ദൈവത്തിന്റെ അഭിഷേകത്താൽ കേൾക്കപ്പെട്ടു. ഒരിക്കൽ കേട്ടു, രണ്ട് കേട്ടു, മൂന്ന് കേട്ടു, ഒരിക്കൽ തെറ്റി ദൈവത്തിന്റെ സന്നിധി വീണ്ടും വന്നു. ദൈവം ക്ഷമിച്ചു, അശുദ്ധിയിൽ പോയി, വീണ്ടും ക്ഷമിച്ചു, രണ്ടാമത് വീണ്ടും പോയി, വീണ്ടും കടന്നു വന്നു. ദൈവം തന്റെ രക്തത്താൽ കഴുകി മൂന്നാമത് വീണ്ടും വന്നു, വീണ്ടും ദൈവം ക്ഷമിച്ചു, ദൈവം വീണ്ടും രക്തത്താൽ കഴുകി. പിന്നെ കഴുകുന്നത് എപ്പോഴെന്നറിയാമോ? എപ്പോഴായിരിക്കും? ഒരു സമയത്ത് നരകത്തിനകത്ത് കഴിയുകയില്ല. ഒന്നോ രണ്ടോ മൂന്നോ വാട്ടി 2-3 പ്രാവശ്യം നമ്മുടെ സഭയെ സംബന്ധിച്ച് ദൈവം ക്ഷമിക്കും, അടുത്ത പ്രാവശ്യം ദൈവം ക്ഷമിക്കത്തില്ല. ഇവിടുന്ന് ഈ സഭയിലൊരു കക്ഷി ഇറങ്ങിപ്പോയി. എന്താണ് ഞങ്ങൾ അറിഞ്ഞത്? ഈ സഭയെ എപ്പോഴും വിശുദ്ധിയെ കുറിച്ച് പഠിപ്പിക്കും. എന്താണ് വിശുദ്ധിയെ കുറിച്ച് എപ്പോഴും സംസാരിക്കും. ഇവിടെ ഭയങ്കര വിശുദ്ധിയുള്ള സഭ, എപ്പോഴും വിശുദ്ധിയും സ്വർഗവും, എപ്പോഴും വിശുദ്ധിയും സ്വർഗവും. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതിന്റെ അർത്ഥം എന്തായിരിക്കും? എനിക്ക് ഇച്ചിരി പാപം ചെയ്യണമെന്ന്, എനിക്ക് ഇതുപോലെ വ്യഭിചാരം ചെയ്യണമെന്ന്, എനിക്ക് ഇച്ചിരി കള്ളസാക്ഷിയൊക്കെ പറയണമെന്ന്, എനിക്ക് ഇതുപോലൊക്കെ കണ്ണുകൊണ്ടൊക്കെ മോഹിക്കാൻ വേണ്ടി കണ്ണുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ, എനിക്ക് ഹൃദയം കൊണ്ടൊക്കെ ഇതുപോലൊക്കെ പാപം ചെയ്യാൻ വേണ്ടി ഉണ്ടെന്ന്. അതുകൊണ്ട് ഈ സഭയിൽ അതൊന്നും നടക്കത്തില്ല. പാസ്റ്ററുടെ അവധി വിശുദ്ധിയിലുള്ള വചന സംസാരം. പിന്നെ എങ്ങനെ ഞാൻ നിൽക്കും? എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാനിതാ പോലെ. എന്നെ വിളിച്ചത് അശുദ്ധിയിൽ സംസാരിക്കാൻ വേണ്ടിയല്ല, എന്നെ വിളിച്ചത് അശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടി അല്ല. എന്നാൽ ദൈവം എന്നെ പുൽപ്പുറ്റിന്റെ മണ്ടയിൽ ഈ വിശുദ്ധ സ്ഥലത്ത്, ഈ യാഗപീഠത്തിൽ എന്നെ കർത്താവ് കയറ്റി നിർത്തത്തില്ല. പറഞ്ഞാട്ടെ ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് ദൈവം തന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നോക്കി മാത്രമേ ഞാൻ സഞ്ചരിക്കത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ തിരിഞ്ഞു പോകത്തില്ല. 10 പേരെ ആയിരിക്കത്തുള്ളൂ. ഈ 10 പേരെ രക്തം കൊണ്ട് കഴുകി മുദ്രയിടപ്പെടും. എവിടത്തേക്ക് വേണ്ടി? സ്വർഗത്തിന് വേണ്ടി അല്ലേ? സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ കഴുകും. ദൈവത്തിന്റെ അഭിഷേകം, അധികാരവും രക്തവും കൊണ്ട് കർത്താവ് കഴുകും. ഇതിനകത്ത് നിലനിർത്താം. ഹല്ലേലൂയ. നമുക്ക് നിങ്ങളെ വായിച്ചത് ഹോരേബ് വരെ കൊണ്ടുചെന്നു. യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്നു. നോക്കുക, ദൂതൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ആരാ? ദൈവത്തിന്റെ ദൂതൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി അല്ലേ? ദൈവത്തിന്റെ ശക്തിയുടെ നടുവിൽ ദൂതൻ. അവന് ദൈവ അധികാരം ഉണ്ടോ ഇല്ലേ? ദൂതൻ അധികാരം ഉണ്ടോ ഇല്ലേ? ദൂതൻ ദൈവത്തിന്റെ ഓർഡർ പ്രകാരം അവൻ മുൾപടർപ്പില് അഗ്നിചോരയിൽ പ്രത്യക്ഷനായി അല്ലേ? അഗ്നിചോരയിൽ പ്രത്യക്ഷനായി. ദൈവത്തിന്റെ ദൂതൻ അഗ്നി അധികാരം ദൈവം കൊടുത്തിട്ടുണ്ടോന്നില്ല. നിങ്ങൾക്ക് നമുക്ക് ദൈവം അഗ്നി എന്ന ശക്തിയെ തരത്തില്ലയോ? തരുമോ തരത്തില്ലയോ? മറ്റൊരു ശുശ്രൂഷകൻ ഈ അഗ്നി എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് നിങ്ങളെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചാൽ നിങ്ങൾ അത് ഏറ്റെടുക്കരുത്. ഒത്തിരി ശുശ്രൂഷകന്മാര് ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ ശക്തിക്ക് വിരുദ്ധമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചാലേ നിങ്ങൾക്ക് എന്തേ കിട്ടത്തുള്ളൂ ഇല്ലേ? ആഗ്രഹിക്കണം. എനിക്ക് ഇത്രയൊക്കെ മതി എന്ന് ഞാൻ കൈ കഴുകിയിരുന്ന നിങ്ങളുടെ ആധികാരം വരുമോ? വരത്തില്ല. എനിക്ക് വേണമെന്നുള്ള ഉള്ളിനകത്തുള്ള ദാഹവും വാഞ്ചയും നിങ്ങളുടെ ഉള്ളിനകത്ത് ഒട്ടുമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അഗ്നിയാക്കി തന്നെ തീർന്നിരിക്കും. കാരണം നമ്മുടെ ദൈവം അഗ്നിയാണ്.
നമ്മുടെ ദൈവം അഗ്നിയിൽ വസിക്കുന്നവനാ. ഹല്ലേലൂയ. ശക്തിയോടെ നമുക്ക് ആവശ്യം എന്താണെന്നറിയാമോ? എന്താ നമുക്ക് ആവശ്യം? വിശുദ്ധി. അത് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മള് ഒരു കാലഘട്ടത്തിൽ മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നും വെറിക്കൂട്ടിൽ നിന്നും യേശു കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിക്കപ്പെട്ടു. വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പഴയതിലേക്ക് തിരിഞ്ഞു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മെ ശുദ്ധീകരിച്ചാൽ പിന്നെ നാം പഴയ പാപത്തിലേക്ക് പോകരുത്. ആമേശ്വര ആ പാപത്തെ നിങ്ങൾ ഉപേക്ഷിക്കുവാൻ വേണ്ടി തയ്യാറാകണം. ആ പാപം നിങ്ങൾ ചുമക്കരുത്. ആ പാപം നമ്മെ രോഗിയാക്കി മാറ്റും. ആ പാപം നമ്മെ ശാപമാക്കി തീർക്കും. ആ പാപം നമ്മെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കപ്പെടും. ഹല്ലേലൂയ. ശക്തിയോടെ. ശരി, നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ പർവ്വതമായ ഹോറയിൽ പോലെ കൊണ്ടുവരുന്നു. യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. അവൻ നോക്കിയാൽ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നത്, മുൾപടർപ്പ് വെന്തു പോകാതെ ഇരിക്കുന്നതും കണ്ട് അവന്റെ ഭൗതിക കണ്ണുകൊണ്ട് കണ്ട്. അവൻ ആദ്യം ആത്മീകനായിരുന്നോ? മോശ ആദ്യം ആത്മീകനായിരുന്നില്ല. ആദ്യം അവൻ ഭൗതികനായിരുന്നവനെയാ ദൈവം ആത്മീകത്വത്തെ വെളിപ്പെടുത്തിയത്. ഭൗതികനായിരുന്നവനെയാ ദൈവ ആത്മീക കണ്ണുകൊണ്ട് ആത്മീക അവന്റെ മേൽ ഇറങ്ങുമെന്ന് അവൻ ആത്മീക കണ്ണുകൊണ്ട് പിന്നത്തതില് ഓൺ ദ സ്പോട്ടില് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദർശിക്കുവാനായി തീർന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിയെ നീ നിന്റെ കണ്ണുകൊണ്ട് ദർശിച്ചു എങ്കിൽ പിന്നെ നീ ഒരു ഭൗതികനാകാൻ തീരരുത്. ഭൗതികനായി മാറരുത്. നീ ഒരു ആത്മീകനായി തന്നെ നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും ആത്മീകനായി കാണുവാൻ ആഗ്രഹിക്കുക. ദൈവം നമ്മൾ എല്ലാവരെയും ആത്മീകനായി കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കപ്പെടുന്ന, അഥവാ ദൈവത്തിന്റെ മക്കളായി കാണുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വാക്ക് വായിക്കേ. അവൻ നോക്കിയാൽ മുൾപടർപ്പ് തീ കത്തുന്നത്, മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നത് കണ്ടു. അതൊരു ചെറിയ കാഴ്ചയല്ല. അതൊരു ചെറിയൊരു കാഴ്ചയല്ല. നിന്റെ മേലൊരു അഭിഷേകം ഇറങ്ങി വന്നുവെങ്കിൽ, നിന്റെ മേലൊരു അഗ്നി അനോയിന്റിംഗ് ഇറങ്ങി വന്നുവെങ്കിൽ അതൊരു ചെറിയ പ്രവൃത്തിയല്ല. അതൊരു വലിയ പ്രവൃത്തി തന്നെയാ. അതൊരു ചെറിയ കൃപയല്ല. അതൊരു വലിയ കൃപ തന്നെയാ. പക്ഷേ നീ അതിന് മഹത്വം കൊടുക്കാത്തത് കൊണ്ട് നിനക്കത് വലുതായിട്ട് കാണാൻ കഴിയാത്തത്. ഇതൊരു വലിയ പ്രവൃത്തിയാ. ഇതൊരു വലിയ പ്രവൃത്തി തന്നെയാ. ഈ ഒരു വലിയ പ്രവൃത്തി എന്തെന്നുള്ള കാര്യം ഞാനൊന്ന് ചെന്ന് കാണട്ടെ. എന്റെ ആത്മീയ കണ്ണപ്പോൾ അവന് ഭൗതിക കണ്ണുകൊണ്ട് ചിലത് കാണുവാനായിട്ട് സാധിച്ചുവെങ്കിൽ ഇനി അവൻ കാണാൻ പോകുന്നത്, ഇനി അവൻ നോക്കാൻ പോകുന്നത് ആത്മീക കണ്ണുകൊണ്ട് ദൈവത്തിന്റെ കൃപയെന്ന ശക്തി കൊണ്ടത്രേ. ദൈവത്തിന്റെ കൃപയെന്ന അധികാരം കൊണ്ടത്രേ. ഒരുമിച്ച് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തില് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ നീ തയ്യാറായിക്കോ. ദൈവത്തിന് വേണ്ടി ചിലത് പ്രവർത്തിക്കുവാൻ നീ ഒരുങ്ങിക്കോ. യേശുവിന്റെ നാമത്തില്. യഹോവ പിന്നത്തതില് ദൂതന്മാരിൽ യഹോവ പ്രത്യക്ഷനായി. പിന്നത്തതില് ദൂതൻ മാറിയിട്ട് അതാ വിളിക്കപ്പെട്ടവൻ, അതാ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, അതാ സൃഷ്ടിക്കപ്പെട്ടവൻ മുൾപടർപ്പിൽ നിൽക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ കണ്ടപ്പോൾ അപ്പൊ ദൈവമായി പിന്നെ അവിടെ കാര്യങ്ങൾ. ദൈവം മുൾപടർപ്പിൽ നിന്നുകൊണ്ട് രാമേശ്വര മോശേ എന്ന് ദൈവം വിളിക്കപ്പെട്ടു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞപ്പോ പിന്നെ മോശ നേരത്തെ ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ? മോശ ദൈവശബ്ദം കേട്ടിട്ടുണ്ടെങ്കില്ല ഇല്ലേ? അവൻ ദൈവത്തെ ഒരു കാരണവശാലും ദൈവത്തെ കണ്ടില്ല. പക്ഷേ ദൈവം അവനെ വിളിച്ചപ്പോ ആ മുൾപടർപ്പ് കത്തിയപ്പോൾ, മുൾപടർപ്പ്
വെന്തു പോകാൻ നിന്നപ്പോൾ ആമേശ്വര ആ ഒരു ശബ്ദം കൂടെ കേട്ടപ്പോൾ അവന് മനസ്സിലായി ഇതൊരു മാനുഷിക ശബ്ദമല്ല, ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല, ഇത് സത്യ ദൈവത്തിന്റെ ശബ്ദം തന്നെയാ. ഇത് സത്യ ദൈവത്തിന്റെ ശബ്ദം തന്നെയാ. ഇത് സത്യ ദൈവം എന്നെ വിളിക്കുന്നത് തന്നെയാ. കാരണം ദൈവത്തിന്റെ വിളിക്ക് പ്രത്യേകതകളുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. ശക്തിയോടെ ബലത്തോടെ ദൈവത്തിന്റെ വിളിക്കും ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് അവയെ പ്രത്യേകതകളുണ്ട്. മറക്കരുത്. പിശാച് സംസാരിക്കുന്നതും പിശാചിന്റെ പ്രവൃത്തികൾക്ക് മറ്റ് പ്രത്യേകതകളാണ്. ഹല്ലേലൂയ. പിശാച് അടുക്കൽ വരുമ്പോ പേടിച്ചു ഇല്ലേ, ഞെട്ടിത്തെറിക്കും. അവൻ നമ്മൾ പാമ്പിനെ കുറിച്ച് സ്വപ്നം കാണും, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപം കാണും. അവൻ നാക്ക് തള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കാണും. ആന ഓട്ടിക്കുന്നത് പോലെ നാം കാണുവാനിടയായി തീരപ്പെടും. ഇതൊക്കെ ഈ സംഭവം. എന്നാൽ ദൈവം നമ്മുടെ അടുക്കൽ വരുമ്പോൾ, ദൈവം നമ്മോട് സംസാരിക്കപ്പെടുമ്പോൾ ആ സംസാരവും ആ ആവേശത്തിൽ ഇടപെടലും ആ പ്രവൃത്തിയും വ്യത്യസ്തമാണ്. സാത്താൻ നമ്മെ ഭയപ്പെടുത്തുമെങ്കിൽ ദൈവം ഭയപ്പെടുത്തുന്ന ദൈവമല്ല. മോശ ഭയക്കമായിരുന്നു. മോശെ എന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ അടിയനിതാ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഞാൻ സറണ്ടറായി, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ സറണ്ടറായിരിക്കുന്നു. ഇനി നിനക്ക് എന്നെ എന്ത് വേണോ ചെയ്യാം, നിന്റെ ഇഷ്ടപ്രകാരം എന്നെ നിനക്ക് ഉപയോഗിക്കാം. ഞാൻ ഇതാ അടിയനിതാ അങ്ങയുടെ മുമ്പിൽ കീഴ്പ്പെട്ടു, സറണ്ടറായിരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ സംസാരിക്കുന്ന അടിയൻ ഇതാ. അങ്ങനെയല്ലേ? ഇതാ ഞാൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയാതെ കൽപ്പിച്ചു. അപ്പോൾ ആ നാൾ വരെയും മോശ വിശുദ്ധനായിരുന്നു. കാലില് ചെരുപ്പുണ്ടായിരുന്നു. അവൻ ചില പാവങ്ങൾ ചെയ്തവനായിരുന്നു. രണ്ടുപേരെ കൊന്നവനായിരുന്നു. ഇല്ലേ? കാണാല്ലേ? രണ്ടുപേരെ കൊന്നവനായിരുന്നു. പാവമില്ലേ? രണ്ടുപേരെ കൊല്ലണമെന്ന് അല്ലേ? വലിയ പാവമാണ് ഇല്ലേ? എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ വന്നപ്പോൾ അവന്റെ പാപം ദൈവം ഹിമം പോലെ വെളുപ്പിച്ചു. അവന്റെ കുറവ് വശങ്ങളെല്ലാം ദൈവം ക്ഷമിക്കുവാനിടയായി തീരപ്പെട്ടു. എന്നാൽ ദൈവം വിളിക്കുന്ന സ്ഥലത്ത്, ദൈവം പറയുന്ന സ്ഥലത്ത് വന്നാൽ മാത്രമേ ദൈവം മനുഷ്യന്റെ കുറവ് വശങ്ങൾ കഴുകത്തുള്ളൂ. ശക്തിയോടെ ദൈവത്തിന്റെ കുറവ് വശങ്ങൾ കഴുകുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് വന്നാൽ മാത്രമേ ദൈവം കുറവ് വശങ്ങളെ കഴുകത്തുള്ളൂ. ഹല്ലേലൂയ. ഇനി വേറൊരു പ്രത്യേകത, നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരപ്പെട്ടു. ദൈവം നമ്മെ ശുദ്ധീകരിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള പഴയ പാപങ്ങളെല്ലാം എന്ത് ചെയ്യപ്പെട്ടു? മാറിപ്പോകപ്പെട്ടു. പിന്നത്തതില് നമുക്ക് പാപം ചെയ്യാനുള്ള എന്ത് കാണത്തില്ല? അകത്തുനിന്ന് ടെൻഡൻസി കാണത്തില്ല. നമുക്ക് ദൈവത്തോടൊരു ഭയം കാണും ഇല്ലേ? എന്നാൽ സഭയിൽ കടന്നു വരുന്നവർ പോലും ഇന്ന് പാപം ചെയ്യുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എന്തുകൊണ്ട് അവർ പാപം ചെയ്യുന്നു? എന്തുകൊണ്ടാണ് പാപം ചെയ്തത്? അവർക്ക് ദൈവഭയം ഇല്ല. രണ്ട്, അവരുടെ ഉള്ളിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവെന്ന സ്നേഹം അവരുടെ അകത്തളത്തിൽ ഇറങ്ങി വന്നില്ല. അകത്ത് വരേണ്ടതാരാണ്? പരിശുദ്ധാത്മാവ് ഇല്ലേ? ദൈവത്തിന്റെ ആത്മാവ്. അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് വെള്ളത്തിന്റെ മേലെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ആരാണ്? ആത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ്. അന്നേ പരിശുദ്ധാത്മാവ് ഉണ്ട്. എന്നാൽ അന്നത്തെ കാലം നമുക്കത് വിടാം. അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. ഇന്നത്തെ കാലം നോക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ വരുന്നവർ പോലും ഇത് കഴിഞ്ഞതിന് ശേഷം അവരുടെ തന്നിഷ്ടപ്രകാരം അവർ പ്രവർത്തിക്കുന്നുണ്ട്.
എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉടയവന്റെ ആത്മാവ് ആ വ്യക്തിയുടെ അകത്തളത്തിലേക്ക് വന്നിട്ടില്ല. വന്നു എങ്കിൽ ഒരു മനുഷ്യന് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. അവൻ പിന്നെ വിശുദ്ധനായി തന്നെ നടക്കപ്പെടും. പാപത്തിലേക്ക് അവൻ വഴി വീഴത്തില്ല. അകത്തിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് പറയും, പോകരുത്, അത് തെറ്റാണ്, നീ സംസാരിക്കുന്നത് തെറ്റാണ്, നീ സംസാരിക്കാൻ പോകുന്നത് എനിക്കറിയാം, നീ നാവെടുക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്ന് നമ്മോട് ഇടപെടാൻ, നമ്മെ നടത്തുക. ആത്മാവ് ഉള്ളവൻ വെളിച്ചത്തിൽ നടക്കപ്പെടും. ഇല്ലേ? വെളിച്ചത്തിൽ നടക്കൂലേ? ആത്മാവില്ലാത്തവൻ എങ്ങനെ നടക്കപ്പെടും? ഇരുട്ടിൽ നടക്കപ്പെടും. അവർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കും. അവർ തന്നിഷ്ടപ്രകാരം നടക്കപ്പെടും. അവർ തന്നിഷ്ടപ്രകാരം ചിലത് ചെയ്യപ്പെടും. കാരണം അവരെ നിയന്ത്രിക്കാൻ അകത്ത് ഹോളി സ്പിരിറ്റ് ഇല്ല, അകത്ത് യേശു ഇല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നത്തെ അവർ ആലയത്തിൽ വരുമ്പോ നല്ല ടിപ് ടോപ്പിൽ വരപ്പെടും, അവർ ഇരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നല്ല ഭയഭക്തിയോടുകൂടി ഇങ്ങനെ ഇരിക്കപ്പെടും. അവൻ നമുക്ക് വേഗത്തിൽ അറിയാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിശുദ്ധീകരിച്ച ഒരു ദൈവം, ആ ദൈവസന്നിധി നാം എപ്പോഴും കീഴ്പ്പെട്ട് കടമയുള്ളവരായി മാറണം. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്ന് ഏറ്റവും വലിയ പാപം വിഗ്രഹാരാധന, വിഗ്രഹാർപ്പിതം, മാന്ത്രികം. 10 കൽപ്പനയുണ്ട്. പക്ഷേ അത് ഒന്നാമത്തെ ഇതാണ്, അല്ലേ? എന്താണ് ഒന്നാമത്തെ കൽപ്പന? ഞാനല്ലാതെ നിങ്ങൾക്ക് അന്യ ദൈവങ്ങൾ പാടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേദപുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാ, അല്ലേ? പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇന്നത്തെ മറ്റ് ആരാധനകൾ വരുന്നതിന് മുമ്പേ സത്യ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയായിരുന്നു, ഈ ലോകത്തില് എന്നെ അല്ലാതെ മറ്റ് വിഗ്രഹങ്ങളെ മനുഷ്യൻ സേവിക്കുമെന്നുള്ള കാര്യം സ്വർഗ്ഗത്തിലെ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തെ നോക്കിയപ്പോൾ മനുഷ്യൻ പാപം ചെയ്തിട്ട് ദൈവത്തിന് യാഗം സമർപ്പിക്കുന്നു. രക്തം കൊണ്ടുള്ള യാഗം അത് ദൈവത്തിന് പ്രസാദമല്ല. മനുഷ്യൻ ഹോമയാഗം ചെയ്യുന്നു, രക്തം ആമേശൂത്ര പ്രാക്കുഞ്ഞുങ്ങൾക്ക്, കുറുപ്രാവ്, ആട്ടുകൊറ്റൻ, ആമേശൂത്ര മറ്റ് പശുക്രാവുകളെ കൊണ്ട് അഭിഷിക്തൻ പറയുന്നത് പോലെ ചെയ്യപ്പെടുന്നു. പിറ്റേന്ന് ആമേശൂത്ര മനം തിരിയുന്നില്ല. അവർ അതുപോലെ വീണ്ടും പഴയ പാപത്തിലേക്ക് കടന്നു പോകപ്പെടുന്ന ദൈവത്തിന് സഹിച്ചില്ല. ദൈവം മനുഷ്യനെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരാൾ ചെന്ന് കുറുകെ വീണു. അന്നത്തെ കാലഘട്ടത്തിൽ ആരാണ്? മോശ. മോശ കുറുകെ വീണില്ല. ഞാനിപ്പോ നശിപ്പിച്ചു മനുഷ്യനെ, അല്ലേ? ഇല്ല കർത്താവേ, ഞാൻ അമേശ്വരൻ അന്ന് ദൈവത്തിന്റെ യേശുവിന്റെ പ്രവൃത്തി യേശു കൊണ്ട് പരസ്യമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വന്നിട്ടില്ല. പ്രൈസ്. അതുകൊണ്ട് തന്നെ അന്ന് ദൈവം തെരഞ്ഞെടുത്തത് ആരെയാണ്? മോശയെ. മോശ കുറുകെ വീണ്, കുറുകെ വീണ് ദൈവം തിരിഞ്ഞ് വീണ്ടും പോകപ്പെട്ടു. എങ്കിലും മനുഷ്യൻ മനം തിരിയുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഏകജാതനായ പുത്രനെ ദൈവം ബലി കൊടുക്കാൻ തീരുമാനിച്ചു. ഒറ്റ തവണ തീർപ്പാക്കൽ പദ്ധതി. എന്താണ്? പാപം ചെയ്താൽ ഒറ്റ തവണ കൊണ്ട് കഴുകൽ പദ്ധതി. അതാണ് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകൽ. യേശുവിനെ ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ നൽകപ്പെട്ടു. എന്തിനാണ് നൽകപ്പെട്ടത്? അവൻ രക്തച്ചൊരിച്ചതിൽ കൂടി മാത്രമേ അവൻ അന്ന് രക്തം കൊണ്ട് മനുഷ്യന്റെ പാപം കഴുകപ്പെട്ട് മാറുന്നില്ല. ഏത് സംഭവങ്ങളുടെ രക്തം? മനുഷ്യന്റെ രക്തമല്ല, മൃഗത്തിന്റെ രക്തം, പറവകളുടെ രക്തം കൊണ്ട് അന്നത്തെ മനുഷ്യന്റെ പാപത്തെ ദൈവം കഴുകാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അതിനകത്ത് ആ പാപത്തിന് നീക്കുപോക്ക് വരുന്നില്ല. ആ രക്തത്തിന് പവറില്ല, മൃഗത്തിന്റെ രക്തത്തിന് പവറില്ല. അതുകൊണ്ട് തന്നെ യേശുവിനെ, തന്റെ പുത്രനെ ദൈവം ഈ ലോകത്തേക്ക് സമർപ്പിക്കപ്പെട്ടു. കുരുതി കൊടുക്കാൻ. ഒന്നാക്കിയ കുരുതിയല്ലേ കൊടുത്തത്?
ഒന്ന് കുരുതി, ഒന്ന് ബലി, ഇങ്ങനെ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് ക്രൂശിൽ കയറുവാനിടയായി തീരപ്പെട്ടവൻ. ഞാൻ പറഞ്ഞ ഒറ്റ തവണ തീർപ്പാക്കൽ പദ്ധതി, ഒരിക്കൽ മാത്രം അവൻ ഒരു മനുഷ്യനെ കഴുകപ്പെടും. ആ കഴുകലിനകത്ത് നാം ഉറച്ചു നിന്നുകൊള്ളണം. പ്രൈസലോ. രണ്ടാമത് കഴുകിയാൽ അത്രത്തോളം മാത്രമേ കാണത്തുള്ളൂ. മൂന്നാമത് കഴുകിയാൽ അത് അത്രത്തോളം മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ദൈവം മൈൻഡ് ചെയ്യത്തില്ല. പ്രൈസലോ. ഈ രണ്ടും മൂന്നാമത് കഴുകുന്നത് കയറി വരാൻ ഭയങ്കര പാടാണ്. അതിലൊരു സംശയവും വേണ്ട. പ്രൈസലോ. ഫസ്റ്റ് നമ്മുടെ ദൈവം ആദ്യം നമ്മെ ശുദ്ധീകരിക്കുന്നത് അതിനകത്ത് നാം പിടിച്ചു നിൽക്കാൻ നോക്കുക. പിശാച് പലതും നമ്മുടെ മേൽ കൊണ്ടിടപ്പെടും. സാത്താൻ പലതും നമ്മുടെ മേൽ മെനയപ്പെടും. അതിനകത്ത് നാം വീട്